മലയാളം ബ്ലോഗേഴ്സിന് പുതിയതായിട്ട് കുറച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് മലയാളം ബ്ലോഗേഴ്സിന് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് ഒരുപാട് കാലമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഗൂഗിൾ ആഡ്സൻസ് മലയാളത്തിലേക്ക് വരിക എന്നുള്ളത്. സോ അത് 2020 ജനുവരി മാസത്തോട് കൂടിയിട്ട് സപ്പോർട്ടഡ് ലാംഗ്വേജിൽ വന്നിട്ടുണ്ട്. പക്ഷെ പലരും മലയാളം കണ്ടന്റ് അല്ലെങ്കിൽ മലയാളം വെബ്സൈറ്റ് ഡയറക്റ്റ് അപ്രൂവൽ കിട്ടാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഗൂഗിൾ ആഡ്സൻസിൽ പോയിട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട് ദിസ് ഇസ് നോട്ട് എ സപ്പോർട്ടഡ് ലാംഗ്വേജ് എന്നിട്ട്. സോ അപ്പൊ അത്തരത്തിൽ ഇത് വരാണ്ടിരിക്കാനായിട്ട് പുതിയതായിട്ട് ബ്ലോഗ് തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. സോ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം തന്നെ തൊട്ടടുത്ത നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഒരു മലയാളം ബ്ലോഗർ ആണ് അല്ലെങ്കിൽ പുതിയതായിട്ട് മലയാളത്തിൽ ബ്ലോഗ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ വെബ്സൈറ്റിൽ കുറച്ച് ഇംഗ്ലീഷ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിടുക. ക്വാളിറ്റി കണ്ടന്റ്, നോൺ കോപ്പിറൈറ്റഡ് കണ്ടന്റ്, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പേജസ് അതെന്തൊക്കെയാന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ അത്തരം രീതിയിൽ ഗൂഗിൾ ആഡ്സൻസ് അപ്രൂവൽ വാങ്ങാം ഇംഗ്ലീഷ് കണ്ടന്റ് ഇട്ടിട്ട്. അതിനുശേഷം നിങ്ങളെ വെബ്സൈറ്റ് ടോട്ടലി മലയാളത്തിലേക്ക് മാറ്റിയാൽ നിങ്ങൾക്ക് പ്യുവർലി മലയാളം കണ്ടന്റില് ഗൂഗിൾ ആഡ്സൻസ് കാണിക്കുകയും ചെയ്യും. നിങ്ങളുടെ മലയാളം ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ മലയാളത്തിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബ്ലോഗിങ്ങിന് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. അതായത് മലയാളത്തിൽ എഴുതാൻ കൂടുതൽ അറിയുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പൊ ഗൂഗിൾ ആഡ്സൻസ് മലയാളത്തിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.